പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷി കിട്ടിയ താലി കഴുത്തിൽ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ. ഇതോടെ ഇനി മറ്റൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ കൃഷി കെട്ടിയ താലി താനൊരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള തീരുമാനവും കൺമണി എടുത്തിരിക്കുകയാണ്. ഇനി വരുണിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഇതേ സമയം ബാക്കിയാവുകയാണ്. എന്താണ് വരുണിനോട് പറയേണ്ടത്? വരുണിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്ര നല്ലതുമല്ല. എന്നെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വരുൺ ശ്രമിക്കുന്നുമുണ്ട്. വരുണിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് അതിന് കാരണം എന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് നല്ലത് എന്നുമുള്ള കാര്യം ഇതോടെ കൺമണി മനസ്സിലാക്കുകയാണ്. ഇതേ സമയമാകട്ടെ കൺമണി തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വരുണിന്റെ മാനസിക നില തെറ്റി തുടങ്ങുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ്, എന്നെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന വരുൺ എന്തൊക്കെ സംഭവിച്ചാലും അവൾ എന്റേത് തന്നെ ആയിരിക്കും എന്നും അവളെ സ്വന്തമാക്കുന്നതിനായി ഏതറ്റം വരെയും ഞാൻ പോകുമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇതിന്റെ ഭാഗമായി ഇനി എന്താണ് കൺമണിയെ സ്വന്തമാക്കുക എന്ന് വരുൺ ചിന്തിച്ചു തുടങ്ങുകയും ഇനി അവളെ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു. കൺമണിയെ എനിക്ക് കാണണം എന്ന് ഇതേ തുടർന്ന് വരുൺ നിർബന്ധം പിടിക്കുകയാണ്. ഇതോടെ വരുണിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കൺമണി തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ്. ഇതോടെ കൺമണി ആകെ ഭയന്ന് തുടങ്ങുകയും ചെയ്യുന്നു. മാത്രവുമല്ല വരുൺ വയലന്റായി മാറുന്നത് കൺമണി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നതിനായി തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണി തൻ്റെ കഴുത്തിൽ കൃഷ് താലി കെട്ടി എന്നുള്ള കാര്യം അറിയിക്കുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി കൺമണി ഉടൻ തന്നെ വരുണിനെ കാണാനുള്ള തീരുമാനം എടുക്കുകയായി. സത്യങ്ങളെല്ലാം വരുണിനെ അറിയിക്കണം. അതിനായി വരുണിനെ ഒടുവിൽ ചെന്ന് കാണുകയാണ് കൺമണി. കൺമണിയെ കണ്ടതിനെ തുടർന്ന് കൃഷിനെ കൺമണി കാണാൻ പോകുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തുറന്ന് പറയുകയാണ് വരുൺ ചെയ്യുന്നത്. പക്ഷേ കൃഷിനെ തനിക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൺമണി കുറച്ച് കാര്യങ്ങൾ കൂടി തനിക്ക് പറയാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ വയലന്റായി തുടങ്ങുകയാണ് വരുൺ. പക്ഷേ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഒടുവിൽ പറയുന്നതിനായി തയ്യാറാകുന്ന കൺമണി എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് പറയാമെന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് വരുണുമായുള്ള വിവാഹം ഇനി നടക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെയാണ് കൺമണി പറയുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് വരുൺ. ഇതോടെ വരുൺ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരുണിനെ ഇനി വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? എനിക്ക് അതിനുള്ള കാരണം അറിഞ്ഞേ സാധിക്കൂ. എന്താണ് കൺമണി എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിന് വേണ്ടിയുള്ള കാരണം? ഞാൻ അതിനു വേണ്ടിയുള്ള യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് എനിക്ക് അറിയുക തന്നെ വേണം.
ഇതോടെ സത്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് ഒരു നിമിഷം കൂടി ആലോചിക്കുന്ന കൺമണി. പക്ഷേ ഇതെല്ലാം മൂടി വെച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഈ കാര്യം ഞാൻ പറയാം. ഇത് എങ്ങനെയാണ് വരുൺ അംഗീകരിക്കുക എന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷേ സത്യങ്ങൾ വരുൺ അംഗീകരിക്കാൻ തയ്യാറായേ മതിയാകൂ. നമ്മുടെ വിവാഹം ഇനി നടക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അതിന് കഴിയുകയുമില്ല. കാര്യങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ കൈവിട്ടു പോയിരിക്കുകയാണ്. എന്ത് തന്നെയാണ് സത്യം. എനിക്ക് ഇനി വരുണിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഹൃദയം മറ്റൊരാൾ കീഴടക്കി കഴിഞ്ഞു. ഇത് കേട്ടതിനെ തുടർന്ന് അത് അത് ആ കൃഷാണോ? എനിക്ക് അവനെ പണ്ടേ സംശയമുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന കൺമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടുകയും ഒടുവിൽ അതെ, വരുൺ പറഞ്ഞത് ശരി തന്നെയാണ്. കൃഷിനെ ഞാനിപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എനിക്കറിയാം ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന്. പക്ഷേ എന്തോ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വരുണിനെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വരുൺ എന്നോട് ക്ഷമിക്കണം. വരുൺ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നെ ചതിച്ചുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. ഈ വരുണിന്റെ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിയുകയില്ല. ആരെയും ഞാൻ ജീവനോടെ വെച്ചേക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്ന വരുൺ ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്നും നീയും നിന്റെ ഫാമിലിയും കൃഷും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ വരുണിന്റെ ഭാവമാകെ മാറുകയും വയലന്റായി തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് കൺമണി. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് കൺമണി ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൃഷിനെ കൊല്ലുകയും അങ്ങനെ കൺമണിയെ സ്വന്തമാക്കുകയും ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുൺ എത്തുകയാണ്. ഇതേ തുടർന്നാണ് കൃഷിനെ കാണാൻ വരുൺ വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.